ഡ്രാഗുള പോലെ കാൽപ്പവനിവൻ. സോ അപ്പോൾ ഹലോ ഗൈസ്, അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ എന്താ ഈ പാട്ടും പാടിക്കൊണ്ട് വരുന്നതെന്ന്. കോപ്പിറൈറ്റ് അടിക്കും ഗൈസ്, അതുകൊണ്ടാണ്. അപ്പം നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ലാലേട്ടൻ്റെ ഡ്രസ്സ് ഇതല്ല കേട്ടോ, ബ്ലാക്ക് ഷർട്ടും പിന്നെ വൈറ്റ് മുണ്ടുമാണ്. വൈറ്റ് മുണ്ട് തപ്പിയപ്പോൾ കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ കാമുണ്ട് എടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത്. അപ്പം എന്തായാലും നേരെ വീഡിയോയിലേക്ക് കിടന്നേക്കാം. സോ അപ്പോൾ ഇന്ന് ഞാനൊരു പടത്തിന് പോയി. പടം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല ഗൈസ്, നമ്മുടെ 2025 മാർച്ച് 27 ഇറങ്ങിയ സിനിമ ഏതായിരിക്കും ഗൈസ്? നമ്മുടെ സ്വന്തം എമ്പുരാനാണ് ഗൈസ്. അതേ ഗൈസ്, എമ്പുരാനാണ്. നമ്മുടെ ലൂസിഫർ കഴിഞ്ഞ് സെക്കൻഡ് പാർട്ടാണ് എമ്പുരാൻ. ലൂസിഫർ ഫസ്റ്റ്, എമ്പുരാൻ സെക്കൻഡ്. അപ്പോൾ ഇന്ന് ഞാൻ എമ്പുരാനെ കുറച്ച് റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. അപ്പം ലൈക്ക് അടിച്ച് കൂടെ വന്നോ. അപ്പം ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, അപ്പം എന്തായാലും നമ്മുടെ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ് നല്ല ഒരു അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി സിനിമയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നമ്മുടെ ആക്ടേഴ്സും എല്ലാ ആക്ടേഴ്സും ഉണ്ട്, മിക്ക ആക്ടേഴ്സും ഉണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ എന്തായാലും മിക്ക ആക്ടേഴ്സും ഉണ്ട്, നല്ല രീതിക്ക് പെർഫോം ചെയ്തിട്ടുണ്ട് ഈ എല്ലാ ആക്ടേഴ്സും. പിന്നെ നമ്മുടെ കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ്, ഫസ്റ്റ് ഹാഫ് ഭയങ്കര ഒരു ഡിലേ ആയിരുന്നു. പിന്നെ സെക്കൻഡ് പറഞ്ഞപ്പോൾ മാസമായി ഗൈസ്. നമ്മുടെ ലാലേട്ടനൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ പിന്നെ ഇത് ഗൈസ് നമുക്കിപ്പോൾ നമുക്കിപ്പോൾ രോമമൊക്കെ കുറച്ചേ ഉള്ളൂ, എന്നിട്ട് നമ്മളെ ലാലേട്ടനെ നോക്കി നമ്മുടെ രോമമൊക്കെ സല്യൂട്ട് അടിച്ച് ഗൈസ്. അത്രയ്ക്ക് ഗംഭീര സിനിമയായിരുന്നു നമ്മുടെ സ്വന്തം എമ്പുരാൻ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മുടെ ഡയറക്റ്റ് ചെയ്തത് നമ്മുടെ പൃഥ്വിരാജ് സാറാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും പൃഥ്വിരാജ് സാറ് ഡയറക്റ്റ് ചെയ്ത ഒരു ഏകദേശം ഒരു രാജമൗലി മൂവിയുടെ അത്രയൊക്കെ എത്തിക്കാണും ഗൈസ്. ഓക്കെ, എനിക്ക് തോന്നിയതാണ്. മൊത്തം ഇച്ചിരി വയലൻസ് ഒക്കെ ഉണ്ട് ഗൈസ്. ഓക്കെ, പക്ഷെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഈ പണ്ടത്തെ സിനിമയിലെ ഈ പിഷു എന്നൊക്കെ പറഞ്ഞ് വെടി വെച്ച് കൊല്ലുന്ന അതൊന്നും അല്ല ഗൈസ്. ഒരു എസ്തെറ്റിക് രീതിയിലാണ് ഗൈസ് ഇതൊക്കെ നമ്മളെ ഈ കൊല്ലുന്നതും പിടിക്കുന്നതും. അതൊരു നാച്ചുറൽ ആയിട്ടുള്ള രീതി, കണ്ടു കഴിഞ്ഞ് ഇരുന്ന് പോകുന്നൊരു രീതിയാണ്. ഓക്കെ, പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ഹാഫിൽ കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ്, കഥ സ്പോയിലർ ചെയ്യുന്നില്ല. അപ്പോൾ നോർത്ത് ഇന്ത്യ ഭാഗത്തിലാണ് ഒരു അരമണിക്കൂർ നോർത്ത് ഇന്ത്യൻ ഭാഗം ആ സീനാണ് കാണിക്കുന്നത്. പിന്നെ കുറേ പൊളിറ്റീഷ്യൻ്റെ അത് ഇച്ചിരി ഡിലേ അടിച്ചു, ലാഗ് അടിച്ചു ഗൈസ്. പിന്നെ സെക്കൻഡ് ഹാഫിലോട്ട് കയറിയപ്പോഴാണ് എനിക്ക് ലാഗ് അടിക്കാണ്ടൊന്ന് കാണാൻ പറ്റിയത്. ഫസ്റ്റ് ഹാഫ് ഭയങ്കരമായിട്ടൊന്ന് ലാഗ് അടിച്ചിട്ടുണ്ടായിരുന്നു. അല്ലാണ്ട് വേറൊന്നും പറയാനില്ല, അടിപൊളി സിനിമയാണ്. പിന്നെ നമ്മുടെ ആൻ്റണി പെരുമ്പാവൂർ ചേട്ടൻ ഒരു അടിപൊളി വലിയ കഥാപാത്രം ഒന്നുമല്ല ഗൈസ്, ചെറിയൊരു കഥാപാത്രമാണ്. പക്ഷേ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഗൈസ്. പിന്നെ മോഹൻലാലിൻ്റെ ആക്ടിങ്, പിന്നെ പൃഥ്വിരാജിൻ്റെ ആക്ടിങ്, പിന്നെ ആരാണ് ഇന്ദ്രജിത്ത് ചേട്ടൻ്റെ ആക്ടിങ്സ്. പിന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് ഇച്ചിരി ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയതില്ല ഗൈസ്, നമ്മുടെ പാർട്ടീനെ പൊളിറ്റീഷ്യനെ പറ്റിയല്ലേ ഗൈസ് ഇത് സംസാരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ സുരാജ് വെഞ്ഞാറമൂടി ചേട്ടൻ, എൻ്റെ പൊന്നടാവേ, ആ ചേട്ടൻ്റെ കുറേയധികം കോമഡീസ് ഉണ്ട്. ഞാൻ ആദ്യം വിചാരിച്ചത് ഭയങ്കര കട്ട വില്ലനായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. ഭയങ്കര ലുക്കും പിന്നെ ഇടയ്ക്കൊക്കെ ഭയങ്കര തമാശയൊക്കെ കയറി വരുന്നുണ്ട്. പിന്നെ കൂടുതലും ചെറിയൊരു തമാശകളൊക്കെ കയറി വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ ലാസ്റ്റ് എൻ്റെ അമ്മോ, അത് ഞാൻ പറഞ്ഞില്ലായിരുന്നു ഈ വീഡിയോ അപ്ലോഡ് വരത്തില്ലായിരുന്നു. എന്താന്ന് നമ്മുടെ ക്ലൈമാക്സ്, എൻ്റെ പൊന്നടാവേ, ഒരാളെ കാണിക്കുന്നുണ്ട്, പക്ഷെ ഞാൻ ഇത് ആരാന്ന് പറയുന്നില്ല. അപ്പം ബാക്കി കുറേ പേര് ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് കുറേ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്താണ് നമ്മുടെ ഷാറൂഖ് ഖാൻ ആണെന്നും ഫഹദ് ഫാസിലാണെന്നും പിന്നെ ആരാണ് കുറേ ഋത്തിക് റോഷനും അവരൊക്കെ അങ്ങനെയൊക്കെ കുറേ ആൾക്കാർ ആയിരിക്കും എന്ന് ഗസ് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറിയൊരു ക്ലൂ സിനിമയിലെ മൊത്തം കാര്യങ്ങളൊന്നും പറയുന്നില്ല, ചെറിയൊരു ക്ലൂ, അതൊരു കൊറിയക്കാരനാണ്, അത് നിങ്ങൾക്കറിയായിരിക്കും. പിന്നെ നമ്മുടെ ലാസ്റ്റ് ഇത് ചൈനക്കാരൻ കൊറിയക്കാരൻ്റെ ഒരു വില്ലനാണ്, കട്ട വില്ലനാണ്. അപ്പം ഇതിൻ്റെ അകത്ത് ലാസ്റ്റ് തന്നെ കാണിക്കുന്നുണ്ട് എമ്പുരാൻ 3 എന്തായാലും ഇറങ്ങിയിരിക്കും. പിന്നെ ലാസ്റ്റായിട്ട് ഒരു ക്ലൈമാക്സ് ഉണ്ട് ഗൈസ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ചെറിയ ക്ലൂ തരാം. നമുക്ക് നമ്മുടെ ലാലേട്ടന് എന്തെങ്കിലും പനിയോ എന്തെങ്കിലും വയ്യായികയോ വന്നു കഴിഞ്ഞാൽ തേർഡ് പാർട്ടിൽ ആളുണ്ട് ഗൈസ്. ഓക്കെ, അങ്ങനെ കാണിച്ചിട്ടാണ് സിനിമ മൂന്നാമത്തെ ഇറങ്ങുമെന്നും പറഞ്ഞിട്ട് എൻഡ് ചെയ്തത്. അപ്പോൾ എന്തായാലും അതൊരു നല്ലൊരു ഐഡിയ എന്ന് തോന്നി. അപ്പോൾ എന്തായാലും ഒരു അടിപൊളി മൂവിയാണ്. അപ്പം നിങ്ങൾ മസ്റ്റ് വാച്ചാണ് ഗൈസ്, മസ്റ്റ് വാച്ച് എന്ന് പറഞ്ഞാൽ എല്ലാവരും പോയി കണ്ടോ, ഇന്ന് തന്നെ പോയി കണ്ടോ ഗൈസ്. ഓക്കെ, അപ്പോൾ എന്തായാലും അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി സിനിമയാണ്. നിങ്ങൾക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്തില്ലെങ്കിൽ
കഥ ബോറടിക്കുമായിരിക്കും. മൊബൈലിൽ കണ്ടു കഴിഞ്ഞാൽ മടുപ്പാണ് ഗൈസ്. തിയേറ്ററിൽ തന്നെ പോയി കാണണം. അപ്പോൾ എന്തായാലും നിങ്ങൾ ലൈക്ക് അടിക്കുക, കൂടെ നിൽക്കുക. അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ ഫസ്റ്റത്തെ റിവ്യൂ വീഡിയോ ആയിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നെന്നൊന്നും എനിക്കറിയത്തില്ല, മടുപ്പായിരിക്കും ഗൈസ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ കുറേ മഞ്ജു വാര്യർ ചേച്ചിയുടെ എൻ്റെ അമ്മോ അത് പറയാണ്ട് പിന്നെ വീഡിയോ എൻഡ് ചെയ്യാൻ പറ്റും. ആക്ടിങ് കാണാം ഗൈസ്, പക്ക സാധനം ഗൈസ്. നമ്മുടെ ടൊവിനോ തോമസ് ചേട്ടൻ്റെയും പിന്നെ കുറേ രാംദാസും ഇങ്ങനെ PK അതൊക്കെ നൈസാണ് ഗൈസ്. ഓക്കെ, നമ്മുടെ ലൂസിഫറിൻ്റെ പിന്നെ ബാക്കിയായിട്ടാണ് നമ്മുടെ ഇത് കാണിക്കുന്നത്. പിന്നെ കുറച്ച് പുതിയതായിട്ട് കഥാപാത്രങ്ങളും പിന്നെ കഥകളും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ കാണുക ഗൈസ്. കണ്ടിട്ട് ഈ കമൻറ്റ് ബോക്സിൽ വന്ന അഭിപ്രായങ്ങളൊക്കെ പറയുക. അപ്പോൾ എന്തായാലും ഇച്ചിരി ലേറ്റ് ആയിട്ടുണ്ട് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ. ഞാൻ ഫസ്റ്റ് രാവിലെ തന്നെ 6 മണിയുടെ ഷോയിനാണ് കണ്ടത്. പക്ഷേ ഞാൻ ഇപ്പോൾ വീഡിയോ ഇനിയിപ്പോൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് ചിലപ്പോൾ ഒരു 8-9 കഴിയുമായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കുക. അപ്പോൾ എന്തായാലും നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ സിനിമ കണ്ടെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ താഴെ വന്ന് കമൻറ്റ് ചെയ്തേക്കുക. പിന്നെ ലൈക്ക് അടിക്കുക, കൂടെ നിൽക്കുക ഗൈസ് പ്ലീസ്. അപ്പോൾ എന്തായാലും നിങ്ങൾ എൻ്റെ ഫസ്റ്റത്തെ റിവ്യൂ വീഡിയോ ആയിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ്. അപ്പോൾ ഇനിയൊരു നല്ലൊരു സിനിമയൊക്കെ ഇറങ്ങുവാണെങ്കിൽ ഞാൻ റിവ്യൂ ഇടുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോയുടെ സപ്പോർട്ടൊക്കെ നോക്കട്ടെ ഗൈസ്, എന്നിട്ട് നമുക്ക് ഇടുന്നതായിരിക്കും ഗൈസ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഗുഡ് ബൈ ഗൈസ്, ടാറ്റ ബൈ ബൈ.